ഉപയോഗിച്ച് ഒരു കറി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറി ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മീൻതല എല്ലാവരും പലതരത്തിൽ വെക്കും, പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഇന്ന് ശ്രീജാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി ഒന്ന് അരച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്, വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു 2-3 പച്ചമുളകുണ്ട്, അത് വെറുതെ നീളത്തിൽ കീറി വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വെന്തുടയാനുണ്ട്. അത് ഇനി അതൊന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചൊഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. ഈ തക്കാളിയിലോട്ട് നമുക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം. തക്കാളി മീൻ തലയും കൂടെ ഒന്നിച്ച് വെന്ത് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിൻ്റെ 2 സൈഡൊക്കെ കളഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കറക്റ്റാക്കിയിട്ട് മീനിൻ്റെ തലേനെ പോലെ എടുക്കാം. ഇനി അത് രണ്ടും കൂടെ ഒന്ന് വെന്തിട്ട് യോജിച്ച് കിട്ടട്ടെ. അതുപോലെ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ആ ഉള്ളി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാനുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, മുളകും പിന്നെ ഉപ്പും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലോട്ട് പാരുകയാണ്. ഒരു വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് പാരുന്നത്. ഇത്രയും കുറച്ച് തിക്കായിരിക്കണം ഈ കറി. ഇനി ഒന്ന് തിളച്ച് പറ്റുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരും, കുറച്ച് സ്പൈസി ആവും. മുളക് പൊടി ഞാൻ കുറച്ച് അധികം കൂട്ടിയിട്ടുണ്ട്, പിന്നെ പച്ചമുളകിൻ്റെ എരിവും ഉണ്ടല്ലോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടണം, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്, നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ മുളകൊന്ന് അതിലോട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ ഇതൊന്ന് തിക്കായി കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. തീ ഓഫ് ചെയ്തു. 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ തല കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.